പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമ്മളുടെ ഈ ബൈബിൾ പുസ്തകങ്ങളിൽ കൂടെയുള്ളതായ ഒരു യാത്ര എന്ന ഈ പരമ്പരയായിട്ടുള്ളതായ പഠനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ലെസൺ 15 ആണ്. അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം മുതൽ 21-ാമത്തെ അധ്യായം വരെയുള്ളതായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചത് ലെസൺ 14 ആണ്. അത് ന്യായാധിപന്മാരുടെ ആദ്യത്തെ ലിസ്റ്റിലുള്ളതായ ഒത്നിയേൽ, യേഹൂദ്, ശങ്കർ, ദെബോര എന്നിവയെക്കുറിച്ചാണ് കഴിഞ്ഞ 14-ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ബാക്കിയുള്ള 6 മുതൽ 21 വരെയുള്ളതായ അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ ന്യായാധിപന്മാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. യോശുവ ദേശം പകുത്ത് കൊടുത്തു എന്ന് നമ്മൾക്ക് കാണുന്നു. എന്നാൽ ചാപ്റ്റർ 6-ന്റെ 1 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതൊരു പരമ്പരയായിട്ട് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ മിദ്യാന്യരുടെ കയ്യിലാണ് ഈ പ്രാവശ്യം ഇസ്രായേൽ മക്കളെ ദൈവം ശിക്ഷിക്കുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതായ 7 സംവത്സരം ഇതാ മിദ്യാൻ ഇസ്രായേൽ മക്കളുടെ മേൽ ഒരു നുകം വെച്ച്, അല്ലെങ്കിൽ അടിമ നുകം വെച്ച്, ഒരു കണ്ടത്തിൽ പൂട്ടുന്നതായ മൃഗങ്ങളെ പോലെ യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ അങ്ങനെ അടിമകളായി ജീവിക്കുന്നതായ 7 സംവത്സരമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ജനങ്ങൾ എല്ലാവരും വളരെ ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നതായ അവസ്ഥയാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. ഇവിടെ പറയുന്നത് 2-ാമത്തെ വാക്യം: മിദ്യാൻ ഇസ്രായേലിൻ്റെ മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗുഹരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളിലും ശരണമാക്കി. അപ്പോൾ മിദ്യാന്യ നുകം അവരുടെ മേൽ വെച്ചതിനാൽ അവർ വളരെയധികമായി ആത്മീകമായും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ട് അവരവരുടെ വീട്ടിൽ പിടിച്ചു നിൽക്കുവാൻ ത്രാണിയില്ലാതെ, കഴിവില്ലാതെ, ദുസ്സഹ്യമായപ്പോൾ ഈ മിദ്യാന്യ ശക്തികളെ പേടിച്ച് അവർ ഈ ഗുഹകളിലേക്കും കാടുകളിലേക്കും ഗുഹരങ്ങളിലേക്കും ഒക്കെ പോയി ശരണം പ്രാപിച്ച് ഒളിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അവർ വളരെ ക്ഷയിച്ചു പോയി എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 6-ാമത്തെ വാക്യം വായിക്കുന്നത്: മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ക്ഷയിച്ചു എന്ന് പറയുമ്പോൾ ശാരീരികമായ ബലം കുറഞ്ഞു, മാനസികമായി അവർ തളർന്നു, ആഹാരം കിട്ടാതെയാകുന്നു. അവർ അവരുടെ പുരയിടങ്ങളിൽ അല്ലെങ്കിൽ വാലികളിൽ വയ്ക്കുന്നതായ ആഹാര സാധനങ്ങൾ ഒക്കെ എല്ലാം ഈ മിദ്യാന്യർ വന്ന് നശിപ്പിച്ച് കളയുകയും ഇങ്ങനെ ഇവർ ഇസ്രായേൽ മക്കൾ യാതൊരു ബലവും കൂടാതെ സഹായമറ്റവരായിട്ട് ആകുന്നതായ ഒരു അവസ്ഥയാണ് ഈ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുന്നത്. ഈ പഴയ നിയമത്തിലെ മിദ്യാന്യ നുകം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഈ ദുഷ്ടാത്മശക്തികൾ മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്നതായ അക്രമങ്ങളും അതിക്രമങ്ങളും നശിപ്പിക്കലും ഒക്കെ സൂചിപ്പിക്കുന്നതായ ഒരുവിധം അടിമ കച്ചവടത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാവിധമായ സുഖങ്ങളെയും സൗകര്യങ്ങളെയും ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും പിടിച്ചു മാറ്റിക്കൊണ്ട് മനുഷ്യരെ അനാഥരും
മനുഷ്യരെ പ്രത്യാശയില്ലാത്തവരും ഭയപ്പെടുത്തുന്നവരും ഒക്കെ ആക്കി തീർക്കുന്നതാണ് ഈ മിഥ്യാന്യ നുകം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതൊരു വാണിംഗ് ആയിട്ട് എടുത്തുകൊണ്ട്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്യാതെ, ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളതായ എല്ലാ നന്മകളെയും ഓരോ ദിവസവും പ്രാപിച്ചുകൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും ധൈര്യത്തോടും ഭയവും കൂടാതെയും ജീവിപ്പാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതാ തൻ്റെ മക്കളാകുന്ന ഇസ്രായേൽ മക്കൾ ഇത്രയും വർഷങ്ങൾ ഈ മിദ്യാന്യരാൽ ഭാരപ്പെട്ട് കഷ്ടപ്പെട്ട് അവരുടെ അടിമകളായിട്ട് ജീവിക്കുമ്പോൾ അവർ ദൈവത്തിങ്കിലേക്ക് നിലവിളിച്ചപ്പോൾ ദൈവം ഒരു ന്യായാധിപനെ അവിടെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ 6-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഗിദെയോൻ ഇതാ ഒരു കരിവേലകത്തിൻ്റെ കീഴിൽ ഉള്ളതായ ഒരു മുന്തിരിച്ചക്കിൻ്റെ അടുത്ത് ഈ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഗിദെയോനോട് നമുക്കൊരു ചോദ്യം ചോദിക്കാം. ഗിദെയോനെ, നീ ഈ ഗോതമ്പ് മെതിക്കുന്നതായ സ്ഥലത്തല്ലേ? നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് മുന്തിരിച്ചക്കിനരികെയാണ്. എന്തിനാണ് ഈ ഗോതമ്പ് മെതിക്കുവാൻ വേണ്ടി മുന്തിരിച്ചക്കിനരികെ നിൽക്കുന്നത്? അവൻ പറയും, ഈ മിദ്യാന്യരുടെ കയ്യിൽ പെട്ടുപോകാതെ അവർ ഇപ്പോൾ ഗോതമ്പിൻ്റെ സീസണായതിനാൽ അവിടെയാണ് അവർ അന്വേഷിക്കുന്നത്. ഈ മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ അവർ വന്ന് അന്വേഷിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ ഗോതമ്പുമായിട്ട് ഈ മുന്തിരിച്ചക്കിൻ്റെ അടുക്കയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് അവൻ തീർച്ചയായിട്ടും പറയും. ഇവിടെ യഹോവയുടെ ദൂതൻ 12-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ എന്ന് വിളിക്കുകയാണ്. യഹോവ നിന്നോട് കൂടെയുണ്ട് അവനോട് പറഞ്ഞു. യഹോവ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമുക്ക് വായിക്കുവാനായിട്ടുള്ള സമയമില്ലല്ലോ, അതുകൊണ്ട് ചുരുക്കമായിട്ട് പറയുകയാണ്. ഈ ഗിദെയോൻ യഹോവയുടെ ദൂതനോട് ചോദിക്കുകയാണ്, യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ഗതികേട് എങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്? ഇത് മിദ്യാന്യർ കഴിഞ്ഞ ഇത്ര വർഷങ്ങളായിട്ട് ഞങ്ങളെ മെതിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ നുകം ഞങ്ങളുടെ മേൽ വെച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകുന്നു, വീടുകൾ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുന്നു. ഞങ്ങൾ കൊയ്യുന്നതായ ധാന്യങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ പാടില്ലാതെ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത് എന്താണ് എന്നുള്ളതായ ക്വസ്റ്റ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ ഇവിടെ യഹോവയുടെ ദൂതൻ അവനോട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഇവിടെ ഗിദെയോൻ ഒരു പരാക്രമശാലിയായിട്ട് അല്ല നമ്മൾ കാണുന്നത്. അവൻ കേവലം ഒരു കൃഷിക്കാരനാണ്. അവൻ കൃഷി ചെയ്ത ധാന്യം തൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്ന് മെതിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ യഹോവയുടെ ദൂതൻ അവനെ വിളിക്കുന്നത്, പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന്. ഇവിടെ എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചേക്കാം, ഞാനൊരു സാധാരണക്കാരനല്ലേ, ദൈവത്തിന് എന്ത് എന്നെക്കൊണ്ട് പ്രയോജനമായി തീരാനുള്ള സാധ്യതകൾ ഉള്ളത് എവിടെയാണ്, എങ്ങനെയാണ്, എന്നെക്കൊണ്ട് ഒന്നും സാധിക്കുകയില്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, ദൈവത്തിൻ്റെ ഒരു സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കുന്ന ആ രീതിയിലല്ല ദൈവം നമ്മളെ നോക്കുന്നത്. സർവശക്തനായ ദൈവം നമ്മളുടെ ജീവിതത്തിൻ്റെ ജനനം മുതൽ അവസാനം വരെ അറിയുന്നവൻ, നിത്യത വരെ അറിയുന്നവനായ കർത്താവിൻ്റെ ആ കണ്ണുകൊണ്ട് നമ്മളെ നോക്കുമ്പോൾ പരാക്രമശാലിയെ എന്ന് വിളിച്ചാൽ അവനൊരു പരാക്രമശാലിയായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ ഗിദെയോൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനാണെങ്കിൽ തന്നെയും അവൻ ഒരു പരാക്രമശാലിയായിട്ട് തീരുവാനായിട്ട് പോവുകയാണ് എന്നുള്ളതായ കാഴ്ച ദൈവം മുന്നമേ കണ്ടുകൊണ്ടാണ് അവനെ ദൈവം വിളിക്കുന്നത്, പോലെയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഉള്ളതായ വാക്യം അവിടെ പറയുന്നത്. യഹോവ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ വളരെ
അത്ഭുതകരമായ കാര്യങ്ങൾ നിനക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഏത് ശത്രുവിനെയും തോൽപ്പിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും. ഏത് പ്രശ്നങ്ങളെയും നേരിടുവാനായിട്ട് നിനക്ക് സാധിക്കും. യഹോവ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ നിൻ്റെ മുൻപിൽ പോകും. അവൻ നിൻ്റെ വശത്തുകൂടെ പോകും. അവൻ നിൻ്റെ മുകളിൽ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി നിൻ്റെ മുകളിൽ തൻ്റെ കൈകളെ അവൻ വയ്ക്കും. അങ്ങനെയാണ് ആ പരാക്രമശാലിയെ എന്ന് വിളിക്കുമ്പോൾ യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ളതായ ആ ശബ്ദം ഗിദെയോൻ കേൾക്കുകയും ഗിദെയോൻ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നു. 14-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെയൊക്കെയുള്ളതായ സംശയദൃഷ്ടിയോടുകൂടെ നോക്കുന്നതായ ഗിദെയോനോട് ഈ യഹോവയുടെ ദൂതൻ പറയുകയാണ്. അപ്പോൾ യഹോവ അവനെ നോക്കി ഈ ബലത്തോടെ പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ ഒരു നോട്ടം അവൻ്റെ മേലുണ്ടായപ്പോൾ അവൻ്റെ ജീവിതത്തിന് വ്യതിയാനം വരുത്തുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ആ യഹോവ സഹായത്തിന് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ ഒന്ന് നോക്കിയാൽ ആ ഒരു നോട്ടത്തിന് തന്നെ നിന്നിലേക്ക് ബലം പകരുവാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ യഹോവ അവനെ നോക്കി. എന്നിട്ട് അടുത്ത വാചകമാണ്, ഈ ബലത്തോടെ നീ പോവുക. എൻ്റെ ഈ നോട്ടത്തിൽ തന്നെ ഒരു ബലം നിന്നിലേക്ക് പകർന്നിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിൻ്റെ ഹൃദയത്തിലേക്ക് പകർന്ന് അത് നിവർത്തിച്ചെടുക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി നിന്നിൽ പകർന്ന് ശക്തീകരിച്ചിരിക്കുകയാണ്. ഈ ബലം ശത്രു ചോർത്തിക്കളയാതെ എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ച് മുൻപോട്ട് പോകുവാനാണ് ഇവിടെ ഗിദെയോനെ ദൈവം ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം പിന്നെയും അവനെ ഉറപ്പിക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവ അവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. യോശുവയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. നിൻ്റെ നേരെ ഒരു മനുഷ്യൻ വന്നാൽ നിനക്ക് തോൽപ്പിക്കുവാനായിട്ട് നിഷ്പ്രയാസം സാധിക്കും. നീ കരുത്തനായ ഒരു മനുഷ്യനാണ്. എന്നാൽ ഒരു സൈന്യം നിൻ്റെ നേരെ വന്നാലും, മിദ്യാന്യർ പാളയമിറങ്ങിയിരിക്കുന്നതായ ഒരു സൈന്യത്തെയാണ് നീ കാണുന്നത് താഴ്വരയിൽ. എന്നാൽ ആ സൈന്യത്തെ മൊത്തമായിട്ട് ഒരു മനുഷ്യനെ നീ എങ്ങനെ തോൽപ്പിക്കുന്നുവോ അതുപോലെ നീ തോൽപ്പിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അത് ജഡം എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കുന്ന കാര്യമാണ്. ദൈവം ഒന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ആ വചനത്താൽ ഉണ്ടായി. ഇരുട്ടും വെളിച്ചവും തമ്മിൽ വേർപെടട്ടെ എന്ന ദൈവത്തിൻ്റെ വചനം, ആ വാക്ക് വായിൽ നിന്നും പറയുമ്പോൾ തന്നെ അങ്ങനെ അത് വേർപെടുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മളെ ശക്തീകരിക്കും, നമ്മളെ ബലപ്പെടുത്തും, നമ്മളെ അയക്കും. ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ അതുപോലെ ഏറ്റെടുത്താൽ അത് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കും എന്നുള്ളത് നമ്മൾ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റേതായിട്ടുള്ളതായ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതാണ്. പ്രൈസ് ഗോഡ്. അതുപോലെ 6-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ അടയാളം ചോദിക്കുകയാണ്. കർത്താവേ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, നീ ഒരു അടയാളം തരണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നതായ ഒരു കാര്യത്തിൻ്റെ മേലെ ഒരു അടയാളം തരിക. എന്താണ്? ഒരു തോൽ ഞാൻ ഈ നിലത്തിടുവാനായിട്ട് പോവുകയാണ്. നാളെ നോക്കുമ്പോൾ ആ തോലിൽ മാത്രം മഞ്ഞിൽ നിന്നും പൊങ്ങുന്നതായ ആ മഞ്ഞുതുള്ളികൾ ആ തോലിൽ മാത്രം കാണും, വേറെ എങ്ങും മഞ്ഞുതുള്ളികൾ കാണരുത്. അതതുപോലെ സംഭവിച്ചു. ഒരു ദിവസം പിറ്റേ ദിവസം വീണ്ടും പറയുകയാണ്, ഞാനിതാ ഈ തോൽ കൊണ്ട് തന്നെ വീണ്ടും ഇടുകയാണ്. അതായത് ഞാൻ ഇന്ന് രാത്രി ഇതിവിടെ ഇടുമ്പോൾ ഈ തോലിൽ മഞ്ഞുതുള്ളികൾ കാണരുത്, എന്നാൽ മറ്റ് ചുറ്റുപാടും എല്ലാം മഞ്ഞുതുള്ളികൾ കാണണം. ഇതെൻ്റെ ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തിയായിട്ട് എൻ്റെ ഈ മനുഷ്യ മനസ്സിൽ എനിക്ക് വിശ്വസിപ്പിക്കുവാനും ഒന്നുകൂടെ ഉറയ്ക്കുവാനായിട്ടും സാധിക്കും. അങ്ങനെയും ആ അടയാളം പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത് അവനെ ഉറപ്പിച്ച് തൻ്റെ ദാസനായിട്ട് വിടുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. പ്രൈസ് ഗോഡ്.
6-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുന്നത് ഒരു പ്രത്യേക കാര്യമാണ്. അതായത് യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ടു മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന് കണ്ണിന് മറഞ്ഞു. അപ്പോൾ യഹോവയുടെ സന്നിധിയിൽ ആരാധിക്കുന്നവനായിരുന്നു അവൻ. ആരാധനയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ അറുത്ത് മാംസവും ഒക്കെ അവിടെ കൊണ്ടുവരുന്നു. അത് ആ പാറയുടെ മേൽ വെച്ചിട്ട് ആ വടിയുടെ അറ്റം കൊണ്ട് അത് തൊടുമ്പോൾ അത് ദഹിക്കപ്പെടുന്നതായ കാഴ്ചയാണ് അവിടെ നമുക്ക് കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ യഹോവയുടെ ദൂതൻ വീണ്ടും രാത്രി സമയം അവന് പ്രത്യക്ഷപ്പെടുന്നു. രാത്രി സമയം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിൻ്റെ അപ്പൻ്റെ ആളയായ 7 വയസ്സുള്ള 2-ാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിൻ്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ളതായ അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിൻ്റെ മുകളിൽ നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ 2-ാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കുക. ഇവിടെ ദൈവം അവനോട് ഈ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ കാര്യം പ്രവർത്തിപ്പാൻ വേണ്ടി ഇവനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവത്തെ മീറ്റ് ചെയ്യുവാൻ, ദൈവത്തിൽ നിന്നും ആലോചനകളെ പ്രാപിപ്പാൻ, ആ ദൈവത്തിൻ്റെ അനോയിൻറ്റിങ് പവർ സ്വീകരിച്ച് ശത്രുവിൻ്റെ മേൽ ജയം എടുക്കുവാൻ വേണ്ടി ദൈവഹിതപ്രകാരം തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാത്താന്യ ആരാധനയെ നീ ആദ്യമായിട്ട് വെട്ടിക്കളയുക, ഇടിച്ചു കളയുക. എന്നിട്ട് നിയമപ്രകാരം ഒരു യാഗപീഠം നീ പണിയണം. ഇപ്പോൾ യാതൊരു നിയമവും ഇല്ലാതെയാണ് ഇവിടെയുള്ളത്. ജനങ്ങളും നിൻ്റെ അപ്പനും നിൻ്റെ കുടുംബവും ചുറ്റുപാടുമുള്ളവരെല്ലാം അങ്ങനെയാണ് ജീവിക്കുന്നത്. എന്നാൽ ആ ഒരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ആ പ്രകാരമുള്ളതായ യാഗപീഠങ്ങളെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് നിയമപ്രകാരം ഒരു യാഗപീഠം ഉണ്ടാക്കുക. യഹോവയുടെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് യാഗപീഠം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് യാഗം കഴിക്കേണ്ടത്, ഏതൊക്കെയാണ് യാഗങ്ങൾ. ഇവിടെ ഒരു ഹോമയാഗം കഴിച്ച് നിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിൻ്റെ പാപം ആ കാളയുടെ മേൽ വെച്ചിട്ട് അതിൻ്റെ രക്തം ചൊരിയുമ്പോൾ നീ അതിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്ന ആ പഴയ നിയമ പ്രക്രിയയുടെ അതിനോട് യോജിച്ച് ഹോമയാഗം കഴിച്ച് നിൻ്റെ ജീവിതത്തിലൊരു ശുദ്ധീകരണം പ്രാപിക്കുക. അതാണ് ഫസ്റ്റ് തിങ് ഇവിടെ യഹോവ ഗിദെയോനോട് പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുന്നത്. നമ്മളുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ശുദ്ധീകരണം. കാരണം വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ വിശുദ്ധിയോടുകൂടെ വേണം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ. അപ്പോൾ ഈ പുതിയ നിയമകാലത്ത് എങ്ങനെയാണ് ആ വിശുദ്ധി ലഭിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിലെ പാപങ്ങളെയൊക്കെയും അവിടുത്തെ കാൽവറിയിലെ രക്തം തളിച്ച് നമ്മളെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ അഡ്വക്കേറ്റായിട്ട് യേശു കർത്താവ് നമ്മൾക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് ആ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട്, രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്ത് വരുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതത്തിലും ഇടയായിത്തീരണമെന്നാണ് ഈ പാഠത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവൻ അതുപോലെയൊക്കെ ചെയ്തു. ഗിദെയോൻ രാത്രി സമയത്താണ് ഇത് ചെയ്തത്. കാരണം അവൻ്റെ ജീവിതത്തിൽ വളരെ ഭയമാണ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഭയമായിരുന്നതിനാൽ രാത്രിയിൽ ഇതെല്ലാം ഇടിച്ചു കളഞ്ഞു. രാത്രിയിൽ ആ നിയമപ്രകാരം ഒരു യാഗപീഠമുണ്ടാക്കി രാത്രിയിൽ യാഗം കഴിച്ചു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ തുടർന്നുള്ള ആ അധ്യായത്തിൽ തന്നെ എഴുതിയിരിക്കുന്നുണ്ട്, നേരം വെളുത്തപ്പോഴേക്ക് നാട്ടുകാരെല്ലാവരും കൂടെ ഈ ഗിദെയോൻ്റെ ഭവനത്തിന് നേരെ വലിയ ക്ഷോഭിതരായിട്ട് കടന്നു വരികയാണ്. ആരാണിത് ഇടിച്ചു കളഞ്ഞത്? അവനെ കൊന്നുകളയണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഗിദെയോൻ്റെ അപ്പൻ ആ കാര്യത്തിൽ വളരെ ധൈര്യത്തോടെ നിൽക്കുകയും അവിടെ അതിനെ അതിജീവിക്കുന്നതിനുള്ളതായ ശക്തി ഗിദെയോന് ലഭിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഗിദെയോനോട് ദൈവം പറയുന്നുണ്ട്, നീ ജനങ്ങളെയൊക്കെ കൂട്ടി വരുത്തുക. ഏകദേശം 32,000 പേരെ അവിടെ
ഈ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഗിദെയോൻ കൂട്ടി സംഘടിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഇങ്ങനെയുള്ളതായ അടിമത്തത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു രക്ഷ പ്രാപിക്കണമെന്നുള്ളതായ ആഗ്രഹത്തോടും ആ വാശിയോടും കൂടെ ജനങ്ങളൊക്കെ ഗിദെയോനോട് കൂടെ ഉണ്ട്. എന്നാൽ 32,000-ൽ 20,000 പേരും ഭയമുള്ളവരായിരുന്നു. എങ്ങനെയാണ് ഈ മിദ്യാന്യരെ നമ്മൾ ജയിക്കുവാനായിട്ട് പോകുന്നത്? ഞാൻ പോയാൽ അവർ ഞങ്ങളെ കൊന്നുകളയത്തില്ല എന്നുള്ളത് ഭയത്തോടുകൂടെ നിൽക്കുമ്പോഴാണ് ഗിദെയോൻ ഒരു പ്രഖ്യാപനം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം, എന്നാൽ ഭയമുള്ളവർ എല്ലാം, ഭീരുത്വം ഉള്ളവർ എല്ലാവരും തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറയുമ്പോൾ അതുപോലെ വളരെ സന്തോഷത്തോടുകൂടി 20,000 പേര് അവിടെ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന് വേണ്ടി വല്ലതും ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ധൈര്യമുള്ളവരായിരിക്കണം. ആ ധൈര്യത്തോടുകൂടെ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ കർത്താവിന് വേണ്ടി വല്ലതും നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. എന്നാൽ ബാക്കി 10,000 പേര് ഇവിടെ ഉണ്ട്. എന്നാൽ ആ 10,000 പേരും ദൈവം പറയുകയാണ്, ഇവരെയൊന്നും നമുക്ക് ആവശ്യമില്ല, ഇവരെയെല്ലാം ആവശ്യമില്ല. നിൻ്റെ കൈയുടെ ബലം കൊണ്ട് ഈ മിദ്യാന്യരുടെ നേർക്കുള്ളതായ യുദ്ധത്തിൽ ഞങ്ങൾക്ക് ജയം വന്നുവെന്ന് പറയാതിരിക്കുവാൻ വേണ്ടി നമ്മൾക്കൊരു ചെറിയ കൂട്ടത്തെ മതി. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, നീ ഈ 10,000 പേരെ വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുക. വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അവരോട് പറയണം, നിങ്ങൾ ഈ വെള്ളത്തിൽ നിന്നും കുടിക്കണം. അതിനകത്ത് അങ്ങനെ ചെയ്തപ്പോൾ മിക്കവാറും പേർ എല്ലാവരും തന്നെ മുട്ടുകുത്തി കാവണ് കടന്ന് വെള്ളം കുടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതിൽ 300 പേരുണ്ട് ഒരു നായ വെള്ളം കുടിക്കുന്നത് പോലെ ഇങ്ങനെ കൈകൊണ്ട് വെള്ളം കോരിയിട്ട് നാക്കും കൊണ്ട് ഇങ്ങനെ വലിച്ചു കുടിക്കുന്നതായ ആ സംഭവമാണ് 300 പേരെക്കുറിച്ച് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ളതായ വ്യത്യാസം എന്ന് പറയുന്നത്? ഈ ഭൂമിയോട് ചേർന്ന് അങ്ങ് കിടന്ന് വെള്ളം കുടിക്കുന്നവർ ഭൂമിയോട് സോ അറ്റാച്ച്ഡ് ആണ്. അവർക്ക് മറ്റുള്ള വിഷയത്തെക്കുറിച്ച് കാര്യമായില്ല, അതിൽ കൂടുതലായിട്ട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ 300 പേരെന്ന് പറയുമ്പോൾ അവർക്ക് വെള്ളം അത്യാവശ്യത്തിന് വേണ്ടി, അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി അല്പം വെള്ളം കുടിച്ചുകൊണ്ട് ചുറ്റുപാടും വരുന്നതായ ശത്രുക്കളെയോ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതിനുള്ളതായ ത്രാണി അവർക്കുണ്ട്. അതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അങ്ങനെയുള്ളതായ 300 പേരാണ് ഗിദെയോൻ്റെ 300 പേര് എന്ന് പറയുന്നത്. ആ 300 പേരെ കൊണ്ട് ദൈവം വിജയം നേടുവാനായിട്ട് ഈ ഗിദെയോനോട് ദൈവം പറയുകയാണ്. ഇവിടെ എന്താണ് ഈ 300 പേരെ കൊണ്ട് ദൈവം വിജയം നേടുവാനായിട്ട് എടുക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മൾ നോക്കുമ്പോൾ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നു. ദൈവം യുദ്ധം ചെയ്യുന്നു, ദൈവം വിജയം തരുന്നു, ദൈവത്തിൻ്റെ പ്രവർത്തനം അങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതായ വാക്യം നമ്മളെല്ലായ്പ്പോഴും ഓർത്തിരിക്കണം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ. ഈ 300 പേർ ഗിദെയോനോട് ചേർന്ന് ആ യുദ്ധത്തിന് വേണ്ടി പോകുവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അവരുടെ കയ്യിൽ മറ്റ് ആയുധങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആ 2 ആയുധങ്ങൾ എന്ന് പറയുന്നത്, ഒരു കയ്യിൽ കാഹളവും ഊതുവാൻ വേണ്ടി, ശബ്ദമുണ്ടാക്കുവാൻ വേണ്ടിയുള്ളതായ കാഹളം കൊടുത്തു. ഈ 300 പേർക്കും ഓരോ കാഹളം വീതം. മറ്റേ കയ്യിൽ എന്താണ് കൊടുത്തത്? അവരുടെ കയ്യിൽ ഓരോ കുടം കൊടുത്തു. ആ കുടത്തിനകത്ത് ഓരോ പന്തവും വെച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ അവരെല്ലാവരും റെഡിയായിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഒരു കൺഫർമേഷനായിട്ട് ഇതാ ഗിദെയോനെ ദൈവം ഇവിടേക്ക്, ആ പാളയത്തിലേക്ക് രാത്രി സമയം അയക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് ഗിദെയോൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ദൈവം അവിടെയുള്ളതായ 2 പട്ടാളക്കാർക്ക് ഒരു ദർശനം കൊടുത്തു, അല്ലെങ്കിൽ ഒരു സ്വപ്നം അവർക്ക് കൊടുത്തു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വലിയ ഒരു സ്വപ്നം കണ്ടു, ഒരു വലിയ പാറ വന്ന് നമ്മളെ ഇടിച്ച് തകർക്കുന്നു, ഇത് ഗിദെയോൻ്റെ വാൾ അല്ലാതെ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭീരുക്കളായിട്ട് അവിടെ നിൽക്കുന്ന അവസ്ഥ. അവിടെ ഇതാ ഗിദെയോൻ ഒരു കൺഫർമേഷൻ കിട്ടുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണിത്, ദൈവം നാളെ എനിക്ക് വിജയം തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ മുൻപോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ
16 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുന്നത്, അവൻ വീണ്ടും മിദ്യാൻ്റെ പട്ടാളത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുള്ളതായ ആ വിശ്വാസ വചനം ജനങ്ങളെ, അല്ലെങ്കിൽ ആ 300 പേരെ അറിയിക്കുകയാണ്. എന്നിട്ട് ഗിദെയോൻ പറഞ്ഞു, നമ്മൾ 3 ഭാഗങ്ങളിലായിട്ട് തിരിയും. 100 പേർ എൻ്റോട് കൂടെ, 100 പേർ ആ ഭാഗത്ത്, 100 പേർ അവിടെ, ഇങ്ങനെ 3 വശത്തും ആയിട്ട് ഈ മിദ്യാൻ്റെ പട്ടാളത്തിൻ്റെ പാളയത്തിന് 3 വശങ്ങളുമായിട്ട് നമ്മൾ നിൽക്കുക. ഒരു കയ്യിൽ ഈ കാഹളം പിടിച്ചുകൊണ്ടിരിക്കണം, മറ്റേ കയ്യിൽ ഇതാ നിങ്ങൾ ആ കുടം ഇങ്ങനെ പിടിക്കണം, പന്തം അതിനകത്തുണ്ട്. ഞാൻ ചെയ്യുന്നത് പോലെ ഞാൻ കുടം ഉടയ്ക്കുമ്പോൾ നിങ്ങളും കുടമുടയ്ക്കണം, ആ പന്തം തെളിയിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ കാഹളമൂതും, അപ്പോൾ നിങ്ങളും എന്നോടുകൂടെ കാഹളമൂതണം. അപ്പോൾ ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ കടന്നു വരണം. ഈ മിദ്യാന്യ പാളയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റിനും ഇവർ നിൽക്കുകയാണ്, എന്നാൽ അവരത് അറിയുന്നില്ല. ഇസ്രായേൽ പാളയത്തിലെ സൈന്യങ്ങളെല്ലാം കിടന്ന് ഉറങ്ങിക്കാണാൻ രാത്രി സമയമാണ് അത്. ഈ രാത്രി സമയത്ത്, ഈ പാതിരാത്രി സമയം ആയപ്പോൾ ഇതാ ഈ ഗിദെയോൻ കുടം ഉടച്ചു, പന്തം തെളിയിച്ചു, കാഹളം ഊതി. അതോടൊപ്പം തന്നെ ഗിദെയോൻ്റെ കൂടെ ഉണ്ടായിരുന്നായ 300 പേരും അതുപോലെ തന്നെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതാ ഒരു സംഭവം, ദൈവം അവരുടെ മനസ്സിൽ ഒരു ഛിദ്രത വരുത്തി. അവരെന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് അവരായിരിക്കുന്നത്, ആരുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് മിദ്യാന്യർക്ക് അവരുടെ ആ ഉൾബോധം നഷ്ടപ്പെട്ടു പോയിട്ട് അവരുടെ വാൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി അവർ തന്നെ നശിപ്പിക്കുന്നതായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഇവരും ബാക്കിയുള്ളവരെ വെട്ടി നശിപ്പിച്ച് അങ്ങനെ മിദ്യാൻ്റെ ആ നുകത്തെ ഒടിച്ചു കളയുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുവരെ മിദ്യാൻ്റെ അടിമകളായിട്ട് ജീവിച്ചിരിക്കുന്നവരെ മിദ്യാനെ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ മേൽ ജയം എടുത്തുകൊണ്ട് 40 സംവത്സരം ദേശത്ത് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ജീവിപ്പാൻ ഗിദെയോൻ്റെ ജീവിതത്തിൽ കർത്താവ് സഹായിച്ചു എന്നുള്ളതാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോനെ ഒരു വലിയ ന്യായാധിപനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മിദ്യാൻ്റെ ഈ ഗിദെയോൻ്റെ ജീവിതത്തിലും ഒരു മിസ്റ്റേക്ക് ഒടുവിലായിട്ട് ചെയ്യുന്നു. പലപ്പോഴും നമ്മളത് നോട്ട് ചെയ്യാറില്ല, എന്താണ് ഈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, എവിടെയാണത് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. അതായത് 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. മിദ്യാന്യരെയൊക്കെ തോൽപ്പിച്ചു. മിദ്യാന്യരെന്ന് പറയുന്നത് ഇസ്മായേല്യരാണ്. അവർക്ക് ഒത്തിരി പൊൻകുടുക്കുകളും ഈ കാതിലെ കുണുക്കുകളും ഒക്കെ ഒത്തിരി ആഭരണങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ചെയിനുകളൊക്കെ ഇട്ടുന്നതായ ഇസ്മായേല്യരാണ് ഈ മിദ്യാന്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഗിദെയോൻ യുദ്ധം കഴിഞ്ഞ് ഈ കൊള്ളയൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് ഇവിടേക്ക് വന്നപ്പോൾ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പിന്നെ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ ഇസ്മായേല്യരായിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകുടുക്കൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്ന് അവർ പറഞ്ഞു. ഒരു വസ്ത്രം വിരിച്ചു ഓരോരുത്തനെ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിൽ ഇട്ടു. അവൻ ചോദിച്ച് വാങ്ങിയ പൊൻകടുക്കത്തിൻ്റെ തൂക്കം 1700 ശേക്കൽ ആയിരുന്നു. ഇതല്ലാതെ ചന്ദ്രക്കലകളും കുണ്ടലങ്ങളും മിദ്യാന്യ രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി. അവിടെ ഈ സ്വർണങ്ങൾ കൊണ്ടുള്ളതായ ആഭരണങ്ങളും കടുക്കനുമൊക്കെ കിട്ടിയപ്പോൾ ഈ ഗിദെയോന് ഒരു ബുദ്ധി തോന്നി, തൻ്റേതായിട്ടുള്ള മാനുഷിക ബുദ്ധി. എൻ്റെ ഓർമ്മയ്ക്കായിട്ട്
അല്ലെങ്കിൽ എൻ്റെ പിള്ളേരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി ഇവിടെ അങ്ങ് വെച്ചേക്കാം. അപ്പോൾ എൻ്റെയും ഓർമ്മ നിലനിൽക്കുമല്ലോ, ജനങ്ങളൊക്കെ അത് കണ്ട് സന്തോഷിക്കുമല്ലോ, എല്ലാ വർഷമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുവാനായിട്ട് സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 27-ാമത്തെ വാക്യം, ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി തൻ്റെ പട്ടണമായ ഓഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേലെല്ലാം അവിടേക്ക് പരസംഗമായി അതിൻ്റെ അടുക്കൽ ചെന്നു. അത് ഗിദെയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടതായ ഒരു മനുഷ്യനാണ് ഗിദെയോൻ, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അവൻ്റെ ജീവിതത്തിലെ ഒരു തെറ്റ്, ഒരു നിസ്സാരമായ തെറ്റ്, ഈ പൊന്നിനോടും ആഭരണങ്ങളോടും ഉള്ളതായ ആ ആഗ്രഹം കൊണ്ട് അതിനെയൊക്കെ വാങ്ങിച്ചു. തൻ്റെ ശരീരത്തിലത് പൂശയില്ല, തൻ്റെ ശരീരത്തിലത് ഇട്ടില്ല. എന്നാൽ അത് അവിടെ തൻ്റെ പട്ടണമായ ഓഫ്രയിൽ അത് പ്രതിഷ്ഠിച്ച ഒരു ഏഫോദാക്കി ഉണ്ടാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു എന്നാണ് അതിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓഫ്രയിൽ, തൻ്റെ പട്ടണമായ ഓഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേലെല്ലാം അവിടേക്ക് പരസംഗമായി അതിൻ്റെ അടുക്കൽ ചെന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. പരസംഗം എന്ന് പറഞ്ഞാൽ അഡൽട്ടറി എന്നാണ്. വലിയവനായ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കണമെന്ന് കൽപ്പന കൊടുത്ത് വിടുവിച്ചവനായ ദൈവത്തെ മറന്നിട്ട് ഇതാ മറ്റ് ഒരു ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്നതായ മനുഷ്യൻ്റെ കൽപ്പനയായ അതിൻ്റെ അടുക്കിലേക്ക് ചെന്ന് അവിടെ ചെന്ന് പരസംഗം ചെയ്തു. ആ രീതിയിലാണ് ദൈവം കാണുന്നത്. അതുകൊണ്ട് എന്തു പറ്റി? അതിൻ്റെ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് ഗിദെയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കണിയായിട്ട് തീർന്നു എന്നാണ്. ഒരുപക്ഷെ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ്, ഈ സ്വർണം ഇട്ടതുകൊണ്ട് എന്താ കുഴപ്പം? കഴുത്തിലും മാലയിലും അങ്ങനെയൊക്കെ ഇത് ഇട്ടതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ഉള്ളതായ ഒരു ചോദ്യം പലപ്പോഴും ആൻസർ കിട്ടാത്തതായ ഒരു ചോദ്യമാണ് പലർക്കും. എന്നാൽ നമ്മളിതിൻ്റെ ആൻസർ എടുക്കേണ്ടത് ഈ വചനത്തിൽ നിന്നാണ്. ഇതാ വലിയ ഒരു മനുഷ്യൻ, ദൈവത്തിൽ നിന്നും ദർശനം പ്രാപിച്ച് ദൈവം ഉപയോഗിച്ചതായ ഒരു മനുഷ്യൻ ഒരു മിസ്റ്റേക്ക് കാണിച്ച് ഈ സ്വർണങ്ങളൊക്കെ വാങ്ങി ഒരു ഏഫോദ് ഉണ്ടാക്കി അവിടെ വെച്ചത് മാറണം. ജനങ്ങൾ അതുമൂലം അതിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് കുമ്പിടുവാനും തൊഴുവാനും പരസംഗം ചെയ്യുവാനും സാധിച്ചു, അഡൽട്ടർ ചെയ്യുവാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ളവരെ നമ്മളുടെ ദൈവത്തിന് സ്വീകരിക്കാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പൂർവ്വപിതാവായിരുന്നായ യാക്കോബ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. താന് മടങ്ങി വരുമ്പോൾ തങ്ങളുടെ ഭാര്യമാരോടും പാട്ടികളോടും ഒക്കെ പറഞ്ഞു, നിങ്ങളുടെ കാതുകളിലും ഉള്ള കുണുക്കുകളും അതും ഇതുമെല്ലാമൊക്കെ എല്ലാം ഇങ്ങ് തരിക, അത് ആ കരുവേലകത്തിൻ്റെ കീഴിൽ അങ്ങ് കുഴിച്ചിട്ടേറെ, ഇനിയും മേലാൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇത് ഒരു അന്യദേവനായിട്ടാണ് നമ്മളുടെ ജീവിതത്തിലുള്ളത്. ഇതിനോടുള്ള സ്നേഹവും ആരാധനയും കംപ്ലീറ്റായിട്ട് മാറ്റിക്കളയണം, ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം എന്ന ഉള്ളതായ ഒരു തീരുമാനമാണ് യാക്കോബ് എടുക്കുന്നത്. അടുത്തതായിട്ട് മറ്റൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ, ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ അവർ ചെങ്കടൽ കടന്ന് ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ കണ്ടിട്ട് ഈ മരുഭൂമിയിലായിരിക്കുമ്പോൾ ഇതാ മോശ ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിക്കുവാൻ വേണ്ടി ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോയി ചില ദിവസങ്ങൾ അവനെ കാണാതെ ഇരിക്കുമ്പോൾ ഇതാ ജനങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഞങ്ങൾക്ക് മുമ്പായി നടക്കാനായിട്ട് വേണം. ആ മിസ്രൈമിൽ ദൈവങ്ങൾ ഉണ്ടായിരുന്ന പോലെ ഞങ്ങൾക്കും ഒരു ദൈവത്തെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അഹരോൻ ഇതാ പറയുകയാണ്, നിങ്ങളുടെ ആഭരണങ്ങളെല്ലാം ഇവിടേക്ക് കൊണ്ടുവരിക, അതിനെ തീയിലിട്ട് ഒന്ന് ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവിടെയും ഈ ആഭരണങ്ങളെല്ലാം ഉരുക്കി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ജനങ്ങൾ ദൈവത്തിൽ നിന്നും അകന്ന് പരസംഗം ചെയ്തതായിട്ട് കാണുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തായ കാര്യം ചെയ്തപ്പോൾ ഇതാ അവിടെ 3000 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം.
ഇങ്ങനെയുള്ളതായ മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ ജീവിതത്തിൽ കണിയായി തീരുവാനായിട്ട് ഇടയായിത്തീരരുത്. ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം നമ്മൾക്ക് നോക്കാം, ഈ തുടർന്നുള്ളതായ അധ്യായങ്ങളിൽ ഈ ഗിദെയോൻ്റെ മക്കളെ ആ കുടുംബത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 70 പുത്രന്മാർ തനിക്ക് പല ഭാര്യമാരിലായിട്ട് ഉണ്ടായിരുന്നു പഴയ നിയമകാലത്ത്. അങ്ങനെ അതൊരു നോർമലായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ ആ 70 പേരെയും ഒരു മകൻ കൊന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അബീമേലെക്ക് എന്ന് പറയുന്നതായ ഒരു മകൻ, വെപ്പാട്ടിയുടെ ഒരു മകൻ ആ 70 മക്കളെയും കൊന്നു തീർത്തു. ഒടുവിൽ അബീമേലെക്കിനെയും കൊന്നതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു വളരെ ദുഃഖകരമായ സംഭവമാണ് ഈ ഗിദെയോൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പുറകാലെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ചാപ്റ്റർ 10 നമ്മൾ കടന്നു വരുമ്പോൾ തോല എന്ന് പറയുന്നത് അടുത്ത ഒരു ന്യായാധിപനാണ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അവന് 23 വർഷം ന്യായപാലനം ചെയ്തു ഇസ്രായേലിനെ രക്ഷിച്ചതായിട്ട് കാണുന്നു. തോല എന്ന് പറയുന്നതായ ന്യായാധിപൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല. അതിന് ശേഷമായിട്ട് 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മറ്റൊരു ന്യായാധിപൻ എഴുന്നേറ്റു. അവൻ്റെ പേരാണ് യായീർ എന്ന ന്യായാധിപൻ എഴുന്നേറ്റു. അടുത്ത 22 വർഷക്കാലം ആ ഇസ്രായേൽ മക്കളെ അവരെ രക്ഷിച്ചതായിട്ട് കാണുന്നു. അടുത്തതായിട്ട് മറ്റൊരു ന്യായാധിപൻ്റെ കാര്യം പറയുന്നത് 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതലാണ്. ഈ ന്യായാധിപനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പ്രസംഗങ്ങളിലെ കൂടെ കേട്ടിട്ടുള്ളതാണ്. ആ ന്യായാധിപൻ്റെ പേര് യിഫ്താഹ് എന്നാണ്. യിഫ്താഹിനെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ പരാക്രമശാലിയായിരുന്നു എങ്കിലും വേശ്യാപുത്രനായിരുന്നു എന്നൊരു കുറ്റം അവനെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ശത്രുക്കളൊക്കെ വരുമ്പോൾ അവരെ നേരിടുവാൻ തക്കവണ്ണം വളരെ പരാക്രമശാലിയായിട്ട് പൊരുതിയ ഒരു മനുഷ്യനാണ് ഈ യിഫ്താഹ്. എന്നാൽ അവനെക്കുറിച്ച് ഒരു റിമാർക്ക് ഉണ്ടായിരുന്നു, അവൻ വേശ്യാപുത്രനായിരുന്നു. അതുകൊണ്ട് എന്തു ചെയ്തു? ഈ ജനങ്ങൾ, ഇസ്രായേൽ മക്കൾ അവനെ നിന്ദിച്ച് കളഞ്ഞു, അവനെ പുറത്താക്കി കളഞ്ഞു. അവനൊരു ത്യജിക്കപ്പെട്ടവനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിസാരന്മാരുമായിട്ട് അവനെ കൂട്ടുകെട്ട് ഉണ്ടാക്കി ആ നിസാരന്മാരോടുകൂടെ സമൂഹത്തിൽ വിലയില്ലാത്തതായ ഒരു കൂട്ടർ ആൾക്കാരുമായിട്ട് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി താമസിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. 11-ന്റെ 4-ാമത്തെ വാക്യം കഴിയുമ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അമ്മോന്യർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലെയാദിലെ മൂപ്പന്മാർ യിഫ്താഹിനെ തോവ് ദേശത്ത് നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു എന്നാണ് നമുക്ക് കാണുന്നത്. യിഫ്താഹിനെക്കുറിച്ച് അവർ ഓർത്തു. ഈ അമ്മോന്യർ യുദ്ധം ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ ഒരു പഴയ ഒരാളുണ്ടായിരുന്നല്ലോ, ഈ യിഫ്താഹ്. അവൻ വളരെ യുദ്ധവീരനായിരുന്നു, അവനെ നമുക്ക് വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെ അവിടെ ചെന്നതായിട്ട് നമുക്ക് കാണുന്നു. ചില സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ്, നിങ്ങൾ എന്നെ റിജക്റ്റ് ചെയ്തു, സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങളെന്നെ വിളിക്കാനായിട്ട് വന്നിരിക്കുന്നു. നിങ്ങളെന്നെ നിങ്ങളുടെ ലീഡറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ യുദ്ധത്തിൽ ജയിച്ചാൽ ഓക്കെ. അവർ എഗ്രി ചെയ്തു. അങ്ങനെ ഉള്ള എഗ്രിമെൻറ്റോടുകൂടെ യിഫ്താഹ് ഇവിടേക്ക് കടന്നു വരികയാണ്. എന്നാൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യിഫ്താഹിൻ്റെ ജീവിതത്തിൽ ഒരു നേർച്ച അവൻ ദൈവസന്നിധിയിൽ എടുക്കുകയാണ്. അവൻ എന്താണ് നേർച്ച ചെയ്തത്? അവൻ്റെ നേർച്ച വളരെ ഫേമസ് ആണ്. അതായത് 11-ന്റെ 30-31 വാക്യങ്ങളിലാണ് ആ നേർച്ച നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പായിട്ട് യഹോവയോടൊരു പ്രാർത്ഥന കഴിച്ചു ദൈവത്തിൻ്റെ സന്നിധിയിലൊരു നേർച്ച കഴിക്കുകയാണ്. അത് ഇപ്രകാരമാണ്. 30-ാമത്തെ വാക്യം: യിഫ്താഹ് യഹോവയ്ക്കൊരു നേർച്ച നേർന്ന് പറഞ്ഞത്, നീ അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടുവാതിൽക്കൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് യഹോവയ്ക്കുള്ളതാകും. അത് ഞാൻ ഹോമയാഗമായിട്ട് അർപ്പിക്കും എന്നുള്ള ഒരു കഠിനമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നേർച്ച അവിടെ എടുത്തുകൊണ്ട് ഇതാ യുദ്ധത്തിന് പോവുകയാണ്. ഇത് അമ്മോന്യരുമായിട്ട് യിഫ്താഹ് സൈന്യങ്ങളെയും കൂട്ടിക്കൊണ്ട് കടന്നു പോകുന്നു. അമ്മോന്യരെയൊക്കെ വളരെ നിഷ്പ്രയാസം തോൽപ്പിച്ചിട്ട്
ജയാളിയായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഇതാണ്, എന്താണ് തന്നെ എതിരേറ്റത് എന്നുള്ളതാണ്. അതിൻ്റെ 34-ാമത്തെ വാക്യം 11-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ യിഫ്താഹ് മിസ്പയിൽ തൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇതാ അവൻ്റെ മകൾ തപ്പോടും നൃത്തത്തോടും കൂടെ അവനെ എതിരേറ്റ് വരുന്നു. അവൾ അവന് ഏകപുത്രിയായിരുന്നു. അവളല്ലാതെ അവന് മകനുമില്ല മകളുമില്ല. അവളെ കണ്ടയുടനെ അവൻ തൻ്റെ വസ്ത്രം കീറി, അയ്യോ എൻ്റെ മകളെ, നീ എൻ്റെ തല കുനിയിച്ചു, നീ എന്നെ വ്യസനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ. യഹോവയോട് ഞാൻ പറഞ്ഞുപോയി, എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞു എന്നുള്ളത് ആ ഒരു വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഫർദറായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ നമുക്ക് യിഫ്താഹിൻ്റെ ആ നേർച്ച, അതിനോടുള്ള ബന്ധത്തിൽ തൻ്റെ തീരുമാനമാണ് നമ്മളുടെ മധ്യത്തിൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നേർച്ച നേർന്നു. എന്നാൽ ഒരു സ്വന്തം മകൾ തന്നെ എതിരേറ്റ് വന്നപ്പോൾ അവളെ ഒരു ഹോമയാഗം കഴിക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു നിലയിൽ ഇതാ ഇവൻ എത്തിച്ചേർന്ന് മനസ്സ് തകർന്നവനായി, ഹൃദയം തകർന്നവനായി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. എങ്കിലും എനിക്ക് അതിൽ നിന്നും മാറിക്കൂടാ, ഞാൻ പറഞ്ഞുപോയി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദൈവസന്നിധിയിൽ നമ്മൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ അത് വളരെ സീരിയസ് ആണ്. അതൊന്നും മാറ്റിപ്പറയുവാനായിട്ട് നമുക്ക് അവകാശമില്ല. ദൈവസന്നിധിയിൽ പറയുന്നതായ കാര്യങ്ങൾ വളരെ സീരിയസ് ആയതിനാൽ അതൊരിക്കലും മാറിപ്പോകാതെ സീരിയസ് ആയിട്ട് അതിൻ്റെ വില കൊടുത്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകേണ്ടവരാണ് എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് 12-ാമത്തെ അധ്യായത്തിൽ യിഫ്താഹിൻ്റെ ചരിത്രം ഞാനിവിടെ നിർത്തുകയാണ്. യിഫ്താഹ് അവിടെ 6 വർഷം ന്യായപാലനം ചെയ്തു. അവിടെ സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടെ ജനങ്ങൾ അവിടെ ജീവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നീട് തുടർന്ന് വീണ്ടും ചില ന്യായാധിപന്മാർ എഴുന്നേറ്റു. 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ മറ്റൊരു ന്യായാധിപനെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവൻ്റെ പേര് ഇബ്സാൻ എന്നാണ്. 7 വർഷം ഇസ്രായേൽ മക്കളെ ന്യായപാലനം ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു. 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഏലോൻ എന്ന് പറയുന്നതായ ഒരു ന്യായാധിപനെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ആ ന്യായാധിപൻ തൻ്റെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ച് 10 വർഷക്കാലം ഇസ്രായേൽ മക്കളെ സ്വസ്ഥതയോടെ ന്യായപാലനം ചെയ്തു എന്ന് നമുക്ക് കാണാം. 12-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ അബ്ദോൻ എന്ന ഒരു ന്യായപാലകനെ നമുക്കവിടെ ന്യായാധിപനെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവൻ 8 സംവത്സരം ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അവിടെ നമ്മൾക്ക് വളരെ പരിചയമുള്ളതായ ഒരു ന്യായാധിപനാണ് ശിംശോൻ എന്ന് പറയുന്നത്. അവൻ്റെ ജീവിതത്തിലുള്ളതായ കഥകളൊക്കെ നമ്മൾക്ക് പരിചയമായതിനാലും ഈ ചില മിനിറ്റുകൾക്ക് ഉള്ളിൽ നമ്മളുടെ ഈ ലെസൺ തീർക്കേണ്ടത് കൊണ്ടും ഞാൻ വളരെ വേഗം പോവുകയാണ്. ഈ ശിംശോൻ്റെ ജീവിതത്തിലുള്ള ഓരോ ഭാഗങ്ങളും ഓരോ വിഷയമായിട്ട് സംസാരിക്കുവാൻ തക്കവണ്ണം മറ്റ് ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ന്യായാധിപന്മാരുടെ ആ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ ഓടിച്ച് പഠിക്കുന്നതിനാൽ നമ്മൾ വേഗം മുൻപോട്ട് പോവുകയാണ്. 13-ന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. 40 സംവത്സരമായിട്ട് ഫെലിസ്ത്യരുടെ അടിമകളായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഫെലിസ്ത്യരാൽ ഉപദ്രവിക്കപ്പെടുന്നു, ഫെലിസ്ത്യരാൽ നിന്ദിക്കപ്പെടുന്നു, ഫെലിസ്ത്യരാൽ അങ്ങനെ ഉപദ്രവം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരവസ്ഥയാണ് ഇവിടെ നമ്മൾക്ക് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്നത് ദൈവം തൻ്റെ ജനത്തെ അതിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതായത് 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണുന്നത് ഇങ്ങനെയാണ്:
എന്നാൽ ദാൻ ഗോത്രത്തിലുള്ളവനായി സ്വരാധ്യനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അവന് മനോഹായി എന്ന് പേര്. അവൻ്റെ ഭാര്യ മച്ചിയായതുകൊണ്ട് പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക. വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീറായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫിലിസ്തീയരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ തുടങ്ങും. മോശയെ പോലെ തൻ്റെ മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക ദർശനം കിട്ടി ആ പർപ്പസ്ഫുള്ളായിട്ട് വളർത്തിയതായ ഒരു പൈതലാണ് ശിംശോൻ. അവൻ്റെ ജീവിതത്തിൽ ഈ പറയുന്ന നാസീർ വ്രതത്തിലുള്ളതായ ആ കാര്യങ്ങളൊക്കെ വളരെ ചിട്ടയോടുകൂടെ ചെയ്ത് വീഞ്ഞോ ഒന്നും കൊടുക്കാതെ, ക്ഷൗരക്കത്തി ഒന്നും തലയിൽ തൊടാതെ തൻ്റെ മാതാവും പിതാവും അവനെ വളർത്തിക്കൊണ്ട് വരുന്നതായിട്ട് കാണുന്നു. എന്നാൽ 13:25 നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയാണ്. യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ച് തുടങ്ങി. അവൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഇങ്ങനെ വളർത്തിയത് കാരണം, മാതാപിതാക്കളുടെ ആ പ്രാർത്ഥന മൂലം, ആ ഡെഡിക്കേഷൻ മൂലം, ഇതാ അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ച് തുടങ്ങുന്നത് അവന് തന്നെ മനസ്സിലായി, അല്ലെങ്കിൽ അവൻ്റെ പേരൻസിനും മനസ്സിലായി എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 14-ാമത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അവൻ വളർന്നു വന്നു, ഒരു ഫിലിസ്തീയ കന്യകയെ കണ്ടു, അവളുമായിട്ട് കല്യാണം കഴിക്കുവാൻ വേണ്ടി അപ്പനോടും അമ്മയുടെ സമ്മതത്തോടുകൂടെ അവൻ മുൻപോട്ട് പോകുന്നു. ഒരു ദിവസം അങ്ങനെ പോകുമ്പോൾ ഇതാ 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 5-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ കാണുന്നു. അങ്ങനെ ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. തിമ്നയ്ക്ക് അരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. ഇവിടെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ ഇങ്ങനെ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ അതിനിടയിൽ നിന്നും നല്ല ആരോഗ്യമുള്ള ഒരു ബാലസിംഹം ചാടി അവനെ കീറിക്കളയുവാൻ വേണ്ടി ഇതാ വരുന്നു. സിംഹത്തിൻ്റെ ആകൃതിയും സിംഹത്തിൻ്റെ വലിപ്പവും ഒക്കെ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ആ പ്രോഗ്രാം നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് അതിൻ്റെ ആ ഭീകരത, അതിൻ്റെ ആ വലിപ്പം, അതിൻ്റെ ആ ഫാസ്റ്റായിട്ടുള്ള ആക്ഷന്, ഓരോ മൃഗങ്ങളെയൊക്കെ ചാടി പിടിക്കുന്നതായ ആ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഭീകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ ഒരു ബാലസിംഹമാണ് ഇവിടെ ഈ ശിംശോൻ്റെ നേർക്ക് വാവിളർന്നുകൊണ്ട് കൈയും പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ പിടിച്ച് രക്തം കുടിക്കുവാൻ വേണ്ടി വരുമ്പോൾ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവൻ്റെ കൈ കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ വേദപുസ്തകത്തിൽ പലപ്പോഴും കാണുന്ന പോലെ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ എന്നെഴുതിക്കുന്ന പോലെ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിലേക്ക് വല്ലപ്പോഴും വന്നിരുന്നു, അവനെ ശക്തീകരിച്ചു, അവനെ അനോയിൻ്റ് ചെയ്തു, ഒരു പർപ്പസ് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ആത്മാവിനെ വിട്ട് മടങ്ങിപ്പോകും. എന്നാൽ ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഐശ്വര്യമായിട്ട് ചോദിക്കുന്നതിൽ അധികമായിട്ട് നമുക്ക് നൽകുവാൻ വേണ്ടി യേശു തമ്പുരാൻ സ്വർഗത്തിലേക്ക് കടന്നു ചെന്ന് പിതാവിനോട് ചോദിച്ച് വാങ്ങി നമ്മൾക്ക് അയച്ചിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുവാൻ വേണ്ടി ആഗ്രഹമുള്ളവരായിരിക്കണം, അതിനുവേണ്ടി ഒരു വാഞ്ചയുള്ളവരായിരിക്കണം, അതിനെ സ്വീകരിക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിപ്പാനും അതിൽ സന്തോഷിപ്പാനും അത് എക്സസൈസ് ചെയ്യുവാനും നമ്മൾ വളരെ ഉത്സാഹമുള്ളവരായിരിക്കണമെന്നാണ് ഈ ഭാഗത്തു നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ അവന് ശത്രുവിനെ
ജയിക്കുവാനായിട്ട് സാധിച്ചു. നമ്മളുടെ ജീവിതത്തിൽ ആത്മശക്തി ഉണ്ടെങ്കിൽ നമ്മൾക്കെതിരായുള്ള സാത്താന്യ ശക്തികളെ ജയിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കും. പ്രൈസ് ഗോഡ്. 14-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മറ്റൊരു സംഭവമാണ് ശിംശോൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന. 14-ന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഫിലിസ്ത്യരുടെ ഇടയിൽ നിന്നും എടുത്തതായ ഭാര്യയുടെ ആ വീട്ടിൽ വെച്ച് ഒരു കടങ്കഥ അവൻ പറയുകയും അതിൽ അവൻ്റെ ഭാര്യ അവനിൽ നിന്നും ആ ഉത്തരം കണ്ടുപിടിച്ച് മറ്റവർക്ക് കൊടുത്തതിനാൽ ശിംശോന് ഒരു നഷ്ടമുണ്ടാകുകയും ആ നഷ്ടം നികത്തുവാൻ വേണ്ടി അവനിത് 30 പേരുടെ വസ്ത്രങ്ങൾ വേണം. അവൻ്റെ കൈ കാശില്ല, അവൻ എങ്ങനെ ഉണ്ടാക്കും? അതുകൊണ്ട് പോയി ഫിലിസ്ത്യരിൽ 30 പേരെ കൊന്നിട്ട് അവരുടെ വസ്ത്രം കൊണ്ടിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഫിലിസ്ത്യരും ശിംശോനും തമ്മിലുള്ളതായ ആ വൈരാഗ്യം, ശത്രുത്വം വളരെയധികമായിട്ട് കൂടി ഈ ശിംശോനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവനെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചേ പറ്റൂ എന്ന് ഉള്ളതായ ആ ചിന്ത ഫിലിസ്ത്യരുടെ ഇടയിലേക്ക് അതികഠിനമായിട്ട് കടന്നു വരികയാണ്. അതിനോട് ചേർന്ന് ശിംശോൻ്റെ വൈരാഗ്യം കൂടുകയാണ്. ഈ ഫിലിസ്ത്യരെ ഒരു പാഠം പഠിപ്പിക്കണം കൂട്ടമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് 15-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തം എടുത്ത് ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് ഒരു തീ കൊളുത്തി ഫിലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. എത്രമാത്രം കഴിവുള്ളവനാണെന്ന് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കുറുക്കനെ പിടിച്ച് അല്ലെങ്കിൽ 2 കുറുക്കനെ പിടിച്ച് അതിൻ്റെ വാൽ തമ്മിൽ കൂട്ടിക്കെട്ടുവാനോ പന്തം കൊളുത്തുവാനോ നമ്മൾക്ക് സാധ്യമാകുകയില്ല. എന്നാൽ 300 കുറുക്കന്മാരെ പിടിച്ച് അതിൻ്റെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി ഈ 2 കുറുക്കന്മാരെ തീപന്തം ആക്കിക്കൊണ്ട് ഈ ഫിലിസ്ത്യരുടെ വയലുകളിലേക്കും വിളവുകളിലേക്കും നയിച്ച് അതെല്ലാം നശിപ്പിക്കുവാനും ഫിലിസ്ത്യരെ വെല്ലുവിളിക്കുവാനും അവരോട് പ്രതികാരം ചെയ്യുവാനുമായിട്ട് ശിംശോൻ അത്രമാത്രം ശക്തിയുള്ളവനായിട്ട് മുൻപോട്ട് പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഇത് കണ്ടിട്ട് ഫിലിസ്ത്യരെല്ലാവരും കൂടെ ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. ഇസ്രായേൽ മൂപ്പന്മാരോട് പറയുന്നു, ഈ മനുഷ്യൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഇത്രമാത്രം വലിയ പ്രശ്നങ്ങളൊക്കെ ചെയ്യുന്നു, അവനെ പിടിച്ചു കെട്ടി തന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഒടുവിൽ ശിംശോൻ സമ്മതിക്കുന്നു. അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഫിലിസ്ത്യരുടെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുന്നു. എന്നാൽ ഫിലിസ്ത്യരെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ മേൽ ആത്മാവ് വന്നു. അവനെ ബന്ധിച്ചിരിക്കുന്ന ആ ബന്ധനം കരിഞ്ഞുപോയി. അവൻ ഫ്രീ ആയി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. അവൻ ഒരു കഴുതയുടെ പച്ച താടിയല് കണ്ട് കൈ നീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. കയ്യിൽ യാതൊന്നുമില്ലായിരുന്നു, കൈ കെട്ടിയിരിക്കുകയായിരുന്നു. എന്നാൽ ആത്മാവിൻ്റെ മേൽ വന്നപ്പോൾ അത് എരിഞ്ഞ് കരിഞ്ഞു പോവുകയും അവൻ്റെ കൈ സ്വതന്ത്രമായി. ചുറ്റുപാടും നോക്കിയപ്പോൾ അവൻ്റെ കയ്യിലൊന്നുമില്ല. എന്നാൽ ഫിലിസ്ത്യന്മാരുടെ ഇടയിൽ അവരെല്ലാം ആയുധധാരികളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഒരു കഴുതയുടെ പച്ച താടിയല്ല അടുത്ത് അവിടെ കിടക്കുന്നു. അവൻ അതെടുത്തു, അതുകൊണ്ട് വീശി 1000 പേരെ ഒരു മനുഷ്യൻ അവിടെ കൊന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പഴയ നിയമത്തിൽ ആൾക്കാരെ കൊല്ലുന്നത്? ഇങ്ങനെ കൊല്ലുന്ന മതമാണോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്? നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ കൃപായുഗം അല്ലായിരുന്നു. യേശുക്രിസ്തു അന്ന് വന്നിട്ടില്ലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം പാപികൾക്ക് വേണ്ടി ചുരിയുന്നില്ലായിരുന്നു. പാപികളെ അന്ന് ഇതുപോലെ ആഹ്വാനം ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതായ ഒരു കൃപായുഗം അന്നില്ലായിരുന്നു. അന്ന് മനുഷ്യരുടെ പാപം തികഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ആ മാക്സിമ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരെ ശിക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു. നീതി നടത്തുന്നത്
പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ് എന്നുള്ളതായിരുന്നു പഴയ നിയമത്തിലെ നിയമം എന്ന് പറയുന്നത്. എന്നാൽ ഈ പുതിയ നിയമത്തിലേക്ക് വന്നിരിക്കുമ്പോൾ അതിലൊരു മാറ്റം വരുത്തി. ആ പഴയതിനെ ഒന്ന് മാറ്റിയിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ആ പാപം, ആ ശിക്ഷയെല്ലാം യേശുവിൻ്റെ മേൽ വഹിച്ചുകൊണ്ട് നമ്മളെ സ്വതന്ത്രരായിട്ട് വിടുന്നതായ ഒരു കാലമാണ് ഇതാണ് കൃപായുഗം എന്ന് പറയുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു. പാപികളെ അപ്പോൾ തന്നെ ശിക്ഷിക്കുന്നതായ ഒരു സ്വഭാവം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ദൈവസന്നിധിയിൽ അകന്നു പോകുന്നവരെ ഇങ്ങനെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതായ ശിക്ഷാ നടപടികൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ ഒരു വേശ്യയുടെ വീട്ടിൽ കടന്നു ചെല്ലുന്നു. അപ്പോൾ ഈ ഫെലിസ്ത്യർ എല്ലാവരും അവൻ്റെ ചുറ്റിനും പട്ടണവാതിൽക്കൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, നേരം വെളുക്കുമ്പോൾ അവനെ പിടിക്കണം എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടെ. എന്നാൽ പാതിരാത്രി സമയം ആയപ്പോൾ, പാതിരാത്രി സമയത്ത് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പട്ടണത്തിൻ്റെ കട്ടളക്കാൽ രണ്ടും ഓടാമ്പലുകളോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ചുകൊണ്ട് പുറപ്പെട്ട് ഹെബ്രോനെതിരെയുള്ളതായ മലമുകളിൽ കൊണ്ടുപോയി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത്രമാത്രം കരുത്തനും ശക്തിയുള്ളവനായ ഒരുവനായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ശിംശോൻ. അവൻ ആ പട്ടണവാതിലിൻ്റെ കട്ടളക്കാൽ രണ്ടും അതിൻ്റെ ഓടാമ്പലുകളോടുകൂടെ, എത്രമാത്രം ഭാരമുണ്ട്, എത്രമാത്രം ബലമുള്ളതാണ്, അതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് ആ ഗേറ്റ് തുറന്ന് അവൻ അങ്ങ് മലമുകളിൽ കൊണ്ടത് വെച്ചിട്ട് അവൻ രക്ഷപ്പെട്ടു പോയതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. എന്നിട്ട് 4-ാമത്തെ അധ്യായം പറയുകയാണ്, അതിനുശേഷം അവൻ ദലീല എന്നു പേരുള്ളതായ ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ ചെന്ന് അവളോട്, നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിൽ എന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇവിടെ ശിംശോൻ്റെ ജീവിതത്തിൽ ഈ ജഡസ്നേഹം ധാരാളമായിട്ട് ഉണ്ടായിരുന്നതിനാൽ അതിൽ അവൻ തോറ്റുപോയി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. തുടരെ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് ദലീല യുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നു. അപ്പോൾ അവൾ അവനെ വശീകരിച്ച് നിൻ്റെ മഹാശക്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അസഹ്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇവിടെ എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ലോകശക്തികളുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മടിയിൽ നമ്മൾ തലവെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആത്മീയം ചോർന്നു പോകും, നമ്മളതിൽ തോറ്റുപോകും, ദൈവത്തിൽ നിന്നും പ്രാപ്തിയായ അനുഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവനെ അവളുടെ മടിയിൽ ഉറക്കി ഒടുവിലായിട്ട് പറഞ്ഞു, എൻ്റെ 7 ജടകളിലാണ് എൻ്റെ ശക്തി സ്ഥിതി ചെയ്യുന്നത്, എൻ്റെ തലമുടി ഇതുവരെയും മുറിച്ചിട്ടില്ല. അവൾ അപ്പോൾ തന്നെ ആളിനെ വിളിച്ചു വരുത്തി വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവൾ അവനെ ഒതുക്കി തുടങ്ങി. അപ്പോൾ ലോകം നമ്മളെ ഒതുക്കിക്കളയുവാൻ ഒരിക്കലും അനുവദിക്കരുത്. ദലീലായുടെ മടിയിൽ തലവയ്ക്കുമ്പോൾ ഈ ലോകസ്നേഹത്തിൻ്റെ അതിൽ ലയിച്ച് നമ്മൾ തലവെച്ച് കഴിഞ്ഞാൽ ലോകം നമ്മളെ ഒതുക്കിക്കളയും. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് കാണുന്നത് ഈ 16-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അവിടെ നമുക്ക് കാണാം. ഫെലിസ്ത്യരോ അവനെ പിടിച്ചു, കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചങ്ങലയിട്ടുകൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. ഇതാ മഹാശക്തിമാനായിരുന്നതായ ശിംശോൻ, ദൈവത്തിൻ്റെ അഭിഷക്തനായിരുന്ന ശിംശോൻ, ദൈവത്തിൻ്റെ ആ ആത്മശക്തിയാൽ ബലപ്പെട്ട് ആരുടെ മുമ്പിലും തലകുനിക്കാതെ നേരെ നിന്നിരുന്നതായ ശിംശോൻ, ഈ 100 പേരെയും 1000 പേരെയും ഒക്കെ കയ്യിൽ ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ തകർത്ത് കളഞ്ഞവനായ അവൻ ഇതാ ഇപ്പോൾ എവിടെയാണ്?
ഫെലിസ്ത്യരോ അവനെ പിടിച്ച് അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. ആദ്യം ചെയ്തത് പിടിച്ച് കെട്ടി കണ്ണ് കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞു. നമ്മളുടെ ദൈവിക ദർശനം നഷ്ടപ്പെടുത്തി ഒന്നും കാണാത്തവനായിട്ട് അവരുടെ മുമ്പിൽ ഒരു കളിപ്പാവയെ പോലെ കളിക്കുന്നവനാക്കി തീർത്തു എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. വലിയ ശക്തിമാനായിരുന്ന അവൻ ഇപ്പോൾ ഇതാ മൃഗങ്ങൾ പൊടിക്കുന്നതായ അല്ലെങ്കിൽ മാവ് പൊടിക്കുന്നതായ ആ തടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങി വട്ടം കറങ്ങി മാവ് പൊടിക്കുന്നതായ ജോലി. എത്രമാത്രം അധപതനത്തിലേക്കാണ് അവൻ ചെന്നു ചേർന്നത് എന്ന് ഓർക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ ഏത് രീതിയിലാണ് പിശാച് നഷ്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഈ ലോകം എങ്ങനെയാണ് അവനെ തകർത്ത് കളഞ്ഞത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം, ഈ ഭാഗത്ത് ഫെലിസ്ത്യർ അവനെ പിടിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൾ അവനെ ഒതുക്കി തുടങ്ങി, അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൾ ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നുവെന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു. യഹോവ തന്നെ വിട്ടു എന്നറിയാതെ മുമ്പിലത്തെ പോലെ കുടഞ്ഞ് ഒഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു. ഫെലിസ്ത്യരോ അവനെ പിടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവൻ അറിഞ്ഞില്ല യഹോവയുടെ ശക്തി അവനെ വിട്ടുപോയി എന്നുള്ളത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ സൂക്ഷ്മതയോടുകൂടെ ഇരുന്നില്ല എങ്കിൽ, നമ്മളുടെ ജീവിതത്തെ ലോകത്തിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുത്താൽ ഈ സംഭവമാണ് പല സ്ഥലങ്ങളിലും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കൽ ദൈവശക്തി പ്രാപിച്ചവർ എല്ലായ്പ്പോഴും നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ഒരുപോലെ സൂക്ഷിച്ചില്ല എങ്കിൽ ആ ദൈവശക്തി അറിയാതെ ഇവിടെ നിന്നും കടന്നു പോകുന്നതായ ഒരു ചിത്രമാണ് ഈ ശിംശോൻ്റെ ജീവിതത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾക്ക് ഈ കാര്യം കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ ഒന്നാമത്തെ രാജാവായിരുന്നതായ ശൗലിൻ്റെ ജീവിതത്തിൽ ദൈവം ആത്മാവിനാൽ നിറച്ചു. ആ വലിയ കാര്യങ്ങൾ അവനിൽ കൂടെ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ എല്ലാവിധമായ കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ അവന് നൽകി. എന്നാൽ അവൻ്റെ ഒടുവിലത്തെ സമയങ്ങളിലേക്ക് വന്നപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ അവൻ്റെ ശരീരത്തിൽ നിന്നും എടുത്തു കളഞ്ഞു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവനത് അറിഞ്ഞില്ല. അതറിയാതെ അവൻ മുൻപോട്ട് പോവുകയാണ്. ഒടുവിൽ അവൻ എത്തിച്ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ വെളിച്ചപ്പാടത്തിക്കാരുടെ അടുക്കലേക്ക് ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അവനവിടെ കറക്റ്റ് ചെയ്യാനായിട്ടത് സാധിക്കുന്നില്ല. എന്നാൽ മറ്റൊരാളെ ഞാൻ പരിചയപ്പെടുത്താം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ദാവീദിൻ്റെ ചരിത്രം. ദാവീദിൻ്റെ ജീവിതത്തിൽ ആത്മനിറവുള്ളവൻ, അനുഗ്രഹിക്കുന്നതായ പാട്ട് പാടുന്നവൻ, ആരാധിക്കുന്നവനാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തത് കാരണം അവൻ്റെ ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു. അവൻ്റെ കൂട്ടുപടയാളിയെ അവൻ കൊന്നുകളഞ്ഞു കാരണമില്ലാതെ. ഊരിയാവിനെ കൊന്നുകളഞ്ഞു. അവൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായിട്ട് എടുത്തു എന്നുള്ളതായ വലിയ പാപം അവനെ കുറ്റത്തിലേക്ക് നടത്തി. 51-ാം സങ്കീർത്തനം അവൻ പാടുകയാണ്. അവൻ്റെ പാപത്തെ, എൻ്റെ കർത്താവേ, എൻ്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായ ഒരു ദൈവ മനുഷ്യനാണ് ദാവീദ്. അതുകൊണ്ടാണ് ദാവീദിനെ എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് മനുഷ്യൻ എന്ന് ദൈവം തന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടത്. ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അത് കറക്റ്റ് ചെയ്ത് അത് റിപ്പൻറ്റ് ചെയ്തിട്ട് ദൈവസന്നിധിയിൽ നേരുള്ളവരായിട്ട് മുൻപോട്ട് പോകുവാനായിട്ടാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശിംശോൻ്റെ ജീവിതത്തിലും വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചു. എന്നാൽ ഒടുവിൽ ഒരു വലിയ മിസ്റ്റേക്ക് ചെയ്ത് കാരണം വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടുവാനായിട്ട് ഇടയായിത്തീർന്നു. വീണ്ടും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒടുവിൽ ഈ ഫെലിസ്ത്യർ ഈ ശിംശോനെ തങ്ങളുടെ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ഒരു ഉത്സവത്തിൽ അവനെ കളിപ്പിക്കുവാനായിട്ട് കൊണ്ടുപോയി അവിടെ കെട്ടിയിടുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു. സകല ഫെലിസ്ത്യ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ശിംശോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 3000 പേർ ആ
ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശിംശോനെ ഒരു കളിപ്പാവയായിട്ട് അവരുടെ മുമ്പിൽ കളിപ്പിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അവർക്ക് ഉപയോഗിക്കുന്നതായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ശിംശോൻ്റെ ഒടുവിലത്തെ ഒരു പ്രാർത്ഥനയാണ് ഈ കാണുന്നത്. അവിടെ പറയുകയാണ്, ഒരു പ്രാവശ്യം കൂടെ നീ എന്നെ ശക്തീകരിക്കണമേ എന്ന്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലം കൈകൊണ്ടും മറ്റേത് ഇടം കൈകൊണ്ടും ശിംശോൻ പിടിച്ചു അവയോട് ചാരി, ഞാൻ ഫിലിസ്ത്യരോടുകൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞ് ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായിരുന്നു അവൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ ഒടുവിലായിട്ട് എഴുതിയിരിക്കുന്നത്, ഈ ശിംശോൻ ഇസ്രായേലിന് 20 സംവത്സരം ന്യായപാലനം ചെയ്തു. ഒടുവിലായിട്ട് 17, 18, 19, 20 എന്നീ അധ്യായങ്ങളിൽ 21 എന്നീ അധ്യായങ്ങളിൽ നമ്മൾക്ക് മറ്റ് ചില ഇൻഫർമേഷനാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദാൻ ഗോത്രത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ മീഖ എന്ന ഒരു വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു പുരോഹിതനാക്കിക്കൊണ്ട് അങ്ങനെ ദൈവഹിതപ്രകാരം അല്ലാത്ത ആരാധന നടത്തുന്നതായ ഒരു ദാൻ ഗോത്രത്തെയാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതൊരു ശപിക്കപ്പെട്ടതായ ഒരു ഗോത്രമായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ദാൻ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോശുവ അവകാശമായിട്ട് കൊടുത്ത ദേശത്തെ യുദ്ധം ചെയ്ത് പിടിക്കുവാനായിട്ട് മനസ്സില്ലാതെ ഉള്ളവരായിട്ട് തീർന്നതിനാൽ അവർക്ക് ആ ദേശം അവകാശമായിട്ട് കിട്ടിയില്ല. എന്നിട്ട് ഒടുവിലായിട്ട് സ്വസ്ഥമായിട്ട് പാർത്തിരുന്ന ഒരു ദേശത്തിലേക്ക് ചെന്ന് ആ ദേശത്തെ പിടിച്ചടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അങ്ങനെ ദാൻ ഗോത്രത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലും ദാൻ ഗോത്രത്തിൻ്റെ പേര് 12 ഗോത്രങ്ങളെക്കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഒടുവിലത്തെ ചാപ്റ്ററിൽ ബെഞ്ചമിൻ ഗോത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയും ദൈവത്തിൽ നിന്നും അകന്നുപോയതായ ഒരു ഗോത്രം, പാപത്തിൻ്റെ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് ഈവൻ ഹോമോസെക്സ്വാലിറ്റി പോലും ദൈവം ഹെയ്റ്റ് ചെയ്യുന്നതായ ഒരു ആയിട്ട് ഇവിടെ നമ്മൾക്ക് കാണുന്നു. പണ്ട് സോദോമും ഗോമോറയിലും ദൈവം ശിക്ഷിച്ചതുപോലെ ഇവിടെയും ആ പാപത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നതായിട്ടും അതുമൂലം അവിടെ പലവിധമായ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടും മറ്റ് ഗോത്രങ്ങൾ എല്ലാം ചേർന്ന് അവരോട് യുദ്ധം ചെയ്ത് ഒരു ഗോത്രം ഇല്ലാതെയായി പോകും എന്നവരെ ചിന്തിച്ച് അവരെ ഒടുവിൽ സഹായിക്കുന്നതായിട്ടുമുള്ള ചരിത്രമാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് നമ്മൾക്ക് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് പഠിക്കുവാനായിട്ടുള്ളത്? ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒടുവിലത്തെ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, അതിൻ്റെ സമ്മറിയായിട്ട് എഴുതിയിരിക്കുന്നത് 21-ന്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. ഒരുപക്ഷെ ഇന്നത്തെ കാലത്തും ജനങ്ങളെല്ലാം തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കുവാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ നമുക്ക് ഒരു രാജാവുണ്ട്. അത്ഭുത മന്ത്രിയാണ് അവൻ സമാധാന പ്രഭുവാണ്. അവനെ നമ്മൾ നോക്കിക്കൊണ്ട് അവൻ്റെ വചനങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് സാധിക്കും. അവൻ രാജാവായി വേഗം വരുന്നവനാണ് എന്നുള്ളതായ ബോധ്യത്തോടെ ജീവിച്ചാൽ നമ്മളുടെ ഇറ്റേണിറ്റി നമ്മൾക്ക് സ്വന്തമായിട്ട് അത് നമ്മളുടെ ജീവിതത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ പല ന്യായാധിപന്മാരും ജീവിതത്തിൻ്റെ പല സമയങ്ങളിലായിട്ട് തോറ്റുപോയെങ്കിൽ തന്നെയും ഈ ദിവസങ്ങളിൽ ഈ യുഗത്തിൽ കൃപായുഗത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്ന് അത്ഭുതകരമായി ആവശ്യം പോലെ ആ ആത്മാവിനെ പകർന്ന് നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന് നമ്മൾ സ്തോത്രം ചെയ്യണം.